പേരെന്താണ്? എന്നോടൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്, അതാണ് ഭാവം. പക്ഷെ ഞാൻ ചോദിക്കും, ചേച്ചി എത്ര കാലമായി ഇവിടെ വന്നിട്ട് നമ്മൾ ഈ കുടുംബശ്രീക്കൊപ്പം? ഇത് തുടങ്ങി 5 വർഷം. പണി തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന ഒരാളാണ്. പക്ഷെ സംസാരം തുടങ്ങിയപ്പോൾ പ്ലീസ് ആക്റ്റീവാണ്, പക്ഷെ സംസാരം തുടങ്ങിയപ്പോഴേക്ക് പയ്യെ പുറകേക്ക് പോയി. ചേച്ചി എങ്ങനെ? അതാ സർട്ടിഫിക്കറ്റ് ആയി. അപ്പൊ എന്താ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സത്യത്തിൽ മാനസികമായിട്ട് ഒരു സന്തോഷമല്ലേ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ വരുന്നത്? കൂട്ടാണോ എല്ലാരും? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തുകൂടെ? നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിക്കൂടെ? നല്ലൊരു ഐഡിയ ഞാൻ കൊടുത്തിട്ടുണ്ട്, പുതിയ ഐഡിയ. ഐഡിയ കൊണ്ടുവന്നതാണ് പിന്നെ ഓരോ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ. അതല്ല, ആ സാഹചര്യം എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ദിവസം പോണം. തീർച്ചയായിട്ടും പോകണം, ഗംഭീരമായിട്ട് പോയിട്ട് വരണം. ഞാൻ എന്തു പറയും? അതാണ് അടുത്ത ചേച്ചി. പറയാനില്ല. പേരെന്താ ചേച്ചിയുടെ പേര്? അംബിക. എത്ര കാലമായി ഇവിടെ വന്നിട്ട്? 5 വർഷമായി. സന്തോഷാണ്. നമുക്ക് പൈസയുടെ മാത്രമല്ല, അല്ലാതെ സന്തോഷമാണ്. വീട്ടുകാര്യങ്ങൾ പറയാനും നാട്ടുകാര്യങ്ങൾ പറയാനും എല്ലാത്തിനും നല്ല ഉത്സാഹമാണ്. പക്ഷെ എല്ലാത്തിനും നല്ല സന്തോഷം തന്നെ. ഇവിടെ വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് ഒരു അസുഖത്തിന്റെ കാര്യത്തിലായാലും മാറി. അസുഖമെല്ലാം മാറി. എല്ലാം മാറി. ഇവിടെ വരുമ്പോഴേ അസുഖങ്ങളെല്ലാം മാറി. സന്തോഷമേ ഉള്ളൂ. ഇത് എല്ലാ ദിവസവും വരാറുണ്ടോ അതോ കുടുംബത്തിൽ നമുക്കൊരു സമ്പാദ്യം കൂടെ കിട്ടുന്നതിന്റെ? സമ്പാദ്യം സന്തോഷം തന്നെ. ചേട്ടൻ്റെ അടുത്ത് വാങ്ങണ്ട, മക്കളുടെ അടുത്ത് ചോദിക്കണ്ട, നമ്മളെ സ്വന്തം കാര്യം എടുക്കാം, അയൽക്കൂട്ടത്ത് പോവാം. അങ്ങനെയൊക്കെ പൈസകളൊക്കെ ചിലവ് നമുക്ക് കഴിക്കാം സ്വന്തമായിട്ട്. ഒരു ടൂർ പോയാലും ഇവിടെ പോവാതെ അല്ലാതെ പോകും ടൂറുകളൊക്കെ. അപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോവാം. അങ്ങനെയൊക്കെ ഉള്ള സന്തോഷമേ ഉള്ളൂ. അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, 100 ദിവസമാണ് ഇപ്പൊ നമുക്കുള്ളത് അല്ലേ ചേച്ചി? 100 125 ആക്കി തരാന്നാണ് പറഞ്ഞേക്കുന്നത്. വരാൻ പറ്റുമോ? ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടുവാന്നും നമുക്ക് അറിയില്ല. കിട്ടുമെന്നുള്ള അറിയില്ല. 100 പണി തന്നെ നമുക്ക് മാക്സിമം ചെയ്യാനേ കഴിയും. അതുപോലെ തന്നെ അതാ 125 പറ്റുമോ എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ട്. പറയുമ്പോ ഇവരോടുകൂടിയാണല്ലോ ചോദിക്കേണ്ടത്, ഇവരാണല്ലോ പണി ചെയ്യുന്ന ആൾക്കാർ. ചേച്ചിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ തൊഴിൽ ദിവസങ്ങൾ കൂട്ടി എന്നുള്ള സാധനം മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് വലിയ ബാധ്യത വരുന്നുണ്ട്. അതെങ്ങനെയാണ്? അതിനെങ്ങനെ കാണും? കാരണം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതുവരെയും നാളിതുവരെയും മൊത്തം കേന്ദ്ര സർക്കാരാണ് അതെ വഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിലവില് സംസ്ഥാന സർക്കാർ കൂടെ ഈ പൈസ അത് വളരെ ബാധ്യതയാകും. നമ്മുടെ വരുമാനത്തെ ബാധിക്കും. എല്ലാവരുടെയും ബുദ്ധിമുട്ട് അതിൽ കൂടെ ചോർന്നു പോയിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ലാത്തതായിരുന്നു. പോലെ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു. 100 ദിവസത്തെ പണി മാത്രം മതിയായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ കൂടെ തന്നെ അത് ചെയ്യും. പിന്നെ നമുക്ക് ഇവര് 125 ദിവസം എന്ന് പറയുമ്പം നമുക്ക് ഭൂമി എന്ന് പറയണത് ഇപ്പൊ ഉള്ളതേ ഉള്ളൂ. ജനങ്ങൾ കൂടുന്നതല്ലാതെ ഭൂമി കൂടുന്നില്ല. അപ്പൊ ഇവര് 125 ദിവസം എന്ന് പറയണത് അത് നഷ്ടമാണത്. അപ്പൊ എന്തിനായിരിക്കും ഇവർ ഇത് കൊണ്ടുവരുന്നത്? ഇങ്ങനെ പദ്ധതിയൊക്കെ മൊത്തം വേണ്ടിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. ശരി, അപ്പൊ ബാക്കിയുള്ള അടുത്ത ആള് പേടിച്ചിരിക്കുന്ന പേര് പറയും. ബിന്ദു. ചേച്ചി എത്ര 5 വർഷമായോ? 5 വർഷം. ഇവിടെ അടുത്ത് തന്നെ താമസം? കുറച്ച് ദൂരം. അപ്പൊ ബസ്സിനാണ് എങ്ങനെ വരുന്നത്? ഓട്ടോ പിടിച്ച് വരും. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ മക്കള് കൊണ്ടുവിടും. സന്തോഷാണോ? സന്തോഷാണ്. സന്തുഷ്ട കുടുംബമാണ്. സന്തുഷ്ട കുടുംബം. ഈ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്, തൃപ്തിയും നമുക്കുണ്ട്. അതിന് മുമ്പത്തെ ജീവിതം ഇപ്പോഴത്തെയും കൂടെ ഉള്ള മാറ്റം എന്താ? നല്ല മാറ്റമുണ്ട്. എന്നാൽ എന്തായിരുന്നു ഞങ്ങളോട് പറയാനുള്ള എങ്ങനെയാ അതിന്റെ ഒരു മാറ്റം? ഞങ്ങൾക്ക് തുടർന്ന് കിട്ടിയാൽ നമ്മളിത് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഇത് തന്നെയാണോ ഇഷ്ടം? അതോ വേറെ നമ്മൾ തൊഴിൽ നമ്മുടെ കുടുംബശ്രീയിൽ തന്നെ കുക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, വേറെ നമ്മുടെ ഹോട്ടല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഞാൻ ചെയ്യുമായിരുന്നു. പാചകത്തിൻ്റെതും അത് ദാരിദ്ര്യർക്കുള്ള ഫുഡ് കൊടുത്തോണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വീണ് എന്റെ മുട്ട് പൊട്ടി. അപ്പൊ അതോടെ അത് ഞാൻ നിർത്തി. പിന്നെ ഇപ്പോഴും ഇലക്ഷൻ നടന്നപ്പോൾ ഡ്യൂട്ടി സാറിന് ഞാൻ ഫുഡ് ഉണ്ടാക്കി ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു, വീട്ടിലെ ഫുഡ്. അങ്ങനെ കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷം, ഈ വർഷം അത് കണ്ടിന്യൂസ് 4-5 വർഷം കൊണ്ട് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് സുനിത. എന്റെ വീട് അടുത്താണ്. ബസ്സിലൊന്നും വരണ്ട ആവശ്യമില്ല. അടുത്തുള്ള എന്റെ ചോദ്യം അതൊന്നും അല്ല. ചേച്ചി സന്തോഷം പറയേ, കാരണം നമ്മൾ ഈ സമ്പാദിക്കുന്നതിന്റെ ഒരു സന്തോഷം വേറെ തന്നെ. വളരെ സന്തോഷം. ഞങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, ഞങ്ങൾക്ക് ലാവിഷായിട്ട് ചെലവാക്കാറുണ്ട്. പൈസ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഇവിടെ ഇപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ നമ്മളിപ്പോ ഈ പെയിന്റ് അടിക്കുന്നത് വരെയുള്ള ജോലികളാണ്. പെയിന്റ് അടിക്കുന്നവരുണ്ട്. എഴുതുന്ന മാത്രം വേറെ ആൾക്കാരെ എഴുതുന്നതിന് നമ്മൾ ആർട്ടിസ്റ്റിനെ വിളിക്കും. പുറത്തുനിന്ന് വന്നാണ് ചെയ്യുന്നത്.
പേര് ബിന്ദു. ബിന്ദു. ചേച്ചി എത്ര മക്കളൊക്കെ ഉണ്ടോ? 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. ഇപ്പൊ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? സുഖമായിരിക്കുന്നു. സുഖമായിട്ട് പോകുന്നു. ഇങ്ങനെ നേരെ നിൽക്കും. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഈ ആദ്യം തൊഴിലുറപ്പിന് വന്നു തുടങ്ങിയത് എപ്പോഴാ? 5 വർഷമായി ഇവിടെ. അപ്പൊ എന്തായിരുന്നു ജോലി? ഇവിടുത്തെ ഇത് തന്നെയാണ്. നമ്മൾ പണ്ട് തൊഴിലുറപ്പ് നേരത്തെ കാണുമ്പോൾ നമ്മൾ വൃത്തിയാക്കലും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പല മേഖലകളിലേക്കും കുടുംബശ്രീ ചെയ്യണുണ്ട്. ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ കോൺട്രാക്ട് ബേസ് അല്ലേ, അല്ല തൊഴിലുറപ്പിനും ചെയ്യാം. അപ്പൊ നമുക്ക് എക്സ്ട്രാ വരുമാനമാണ്. സന്തോഷമാണ് എല്ലാവർക്കും കേട്ടോ. പേര് പറയും. എൻ്റെ പേര് അജിത. ഞാൻ 1-ാം വാർഡിലാണ്. പിന്നെ ബോർഡ് പണിക്ക് പറഞ്ഞിട്ട് സന്തോഷം തന്നെയാണ്. നമുക്ക് സാമ്പത്തികമായിട്ടും കുടുംബശ്രീയിൽ തൊഴിലുറപ്പിന് പോകും. പിന്നെ ബാക്കി സമയം നമ്മൾ തൊഴിലുറപ്പിൻ്റെ ബോർഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൊണ്ട് സന്തോഷവും സാമ്പത്തികമായിട്ടും ഒക്കെ നല്ല 25 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് ഈ വസ്തുക്കൾ കണ്ടെത്തി കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് 100 ദിവസം തന്നെ ഞങ്ങൾ വാർഡിൽ, ഇപ്പം എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 400 തൊഴിലാളികളുണ്ട്. അവർക്ക് 100 തൊഴിൽ ദിനം കൊടുക്കാൻ തന്നെ നമുക്കിപ്പോൾ സാധിച്ചിട്ടില്ല. ഇപ്പം 13 തൊഴിൽ ദിനം, 15 തൊഴിൽ ദിനം ഒക്കെ ആയ തൊഴിലാളികൾ ഞങ്ങളെ വാർഡിനകത്തുണ്ട്, 1-ാം വാർഡിൽ. പക്ഷേ ഈ 125 തൊഴിൽ ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് അധികം നമ്മൾ കണ്ടെത്തണം. ഇപ്പം നമുക്ക് 100 എണ്ണം തയ്ക്കാൻ തന്നെയും നമ്മളെ കൊണ്ട് സാധിക്കണില്ല. അപ്പോൾ ഈ 125 എന്ന് പറയുമ്പോൾ അതൊരു വലിയ വേണ്ടായിരുന്നു കാര്യം, ഒരു വലിയ ബാധ്യതയാണ്. ആവശ്യമില്ലായിരുന്നു. നമുക്ക് ഈ 100 തൊഴിൽ ദിനം തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി തന്നെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ കറന്തത്തെ രസീതൊക്കെ കണ്ടെത്തി കൊണ്ടുവരുന്നത് തന്നെ. ഇതുവരെ നമുക്ക് പെൻഡിങ് ഒന്നും വന്നിട്ടുമില്ല. ഇതുവരെ കാര്യങ്ങളെല്ലാം ഇനിയിപ്പോ ഈ ഘടനയിൽ വന്ന മാറ്റങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ബാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പേടിയുണ്ട്. പേടിയുണ്ട്. മോളിലോട്ടുള്ളവരായിട്ടൊക്കെ സംസാരിച്ചോ നിങ്ങൾ ഇതിങ്ങനെ വന്നപ്പോ? ഇന്നലെ ഞങ്ങൾ മൊബൈലുകളിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ചർച്ചയ്ക്കും അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ശരി. പേര് പറയാമോ? എൻ്റെ പേര് ശ്രീയല. അമ്മ എങ്ങനെ ഇവിടെ വന്നിട്ട്? നമ്മൾ 5 വർഷമായി. 5 വർഷമായി. സന്തോഷം. നമുക്കൊരു ക്ഷേത്രത്തിലായാലും സ്വാതന്ത്ര്യം പോലെ പൈസ എടുത്തോളുമ്പോൾ പിന്നെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. ഈ കുറച്ചുകൂടെ കിടക്കണ്, അതും കൂടെ നമ്മൾ കിട്ടി കടങ്ങളൊക്കെ അങ്ങ് വിട്ടു. ഈ സാമ്പത്തികം അല്ലാതെ ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷം. നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് അങ്ങനെ നമ്മളൊരു കെട്ടിടപ്പണിക്കും നമ്മൾ പോയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കിൽ നമ്മളെല്ലാവരും കൂടെ നമ്മളത് പോയിട്ടുണ്ട്. നമ്മളെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമുക്ക് മറ്റുള്ള പഞ്ചായത്തിൽ കൂടെയുള്ള വർക്കുകളിലൂടെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയും അതുപോലെ മേലധികാരികളും ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. മറ്റ് കോൺട്രാക്ടർമാരാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മളീ പാവപ്പെട്ട ഈ സ്ത്രീകൾ നമ്മളൊരു സംരംഭമായിട്ട് ഇത് തുടങ്ങിയിരിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യണതാണ്. അപ്പം നമ്മളെപ്പോലുള്ളവരെ അവഗണിച്ചുകൊണ്ടാണ് ഈ കോൺട്രാക്ട് ബേസിലോട്ട് ഇവർ കൊടുക്കുന്നത്. അതായത് ഇവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ. അറിയാം. നമ്മൾ 4-5 പഞ്ചായത്തിലൊക്കെ, അടുത്തുള്ള പഞ്ചായത്തിലൊക്കെ അല്ല 4-5 പഞ്ചായത്തിലൊക്കെ ഞാനും ചേച്ചിയും കൂടെ കയറി ഇറങ്ങി നമ്മൾ പറഞ്ഞ് പേപ്പർ കൊടുത്തു, എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ സമയമാകുമ്പോഴത്തേക്ക് അവർ കോൺട്രാക്റ്റിലോട്ടാണ് പോകുന്നത്.